ജയിക്കുന്ന ആൾക്കാരും തോക്കുന്ന ആൾക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന്, ഒരുപാട് പേര് തുടങ്ങും പല കാര്യങ്ങളും, എല്ലാവരും ജീവിതത്തിൽ തുടങ്ങും. അത് ആരംഭശൂരത എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, ഇത്തവണ ഒന്ന് നന്നാവണം തീരുമാനിക്കും, വളരെ മോട്ടിവേറ്റഡ് ആകുമ്പോൾ തുടങ്ങും, വളരെ സന്തോഷമുള്ളപ്പോൾ തുടങ്ങും. പക്ഷെ ഇവന് ഉദ്ദേശിച്ച പോലെ ഒരാഴ്ച ജിമ്മിൽ പോയി സിക്സ് പാക്ക് വന്നില്ല, ഒരു ബിസിനസ് തുടങ്ങി, ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി ലോസ് വന്നു, സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് വരാതാകുമ്പോൾ ഇവൻ അത് നിർത്തും, വേറൊരെണ്ണം തുടങ്ങി നോക്കും. അതാ രക്ഷപ്പെടുന്ന വഴി എന്ന് ഓർക്കും. വേറൊരെണ്ണം തുടങ്ങി നോക്കും. പക്ഷേ തുടങ്ങുന്ന ഒരു സ്ഥലത്ത്, ലക്ഷ്യം ഫോക്കസ് ഉള്ളൊരു സ്ഥലത്ത് തുടങ്ങുകയും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ നാൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും അത്രയും നാളത്തെ അധ്വാനവും കൂടെ കണക്ക് കൂട്ടി പലിശയോടുകൂടി ഇത് തിരിച്ചു കിട്ടുന്നതാണ് പലരുടെയും കാര്യത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയുള്ള പല ആൾക്കാരും, നമ്മുടെ പരിപാടിക്ക് വരുന്നവരെല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പലരും വീട്ടമ്മമാരാണ്, റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്, ജോലിക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ. എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യമുണ്ട്, ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പറഞ്ഞു നോക്കുന്നു, ഇവിടെ വന്ന് നമുക്ക് മുന്നിൽ അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതം, ഇപ്പോൾ ഇത് പലരിലും ഈ ഒരു പ്രതിഭ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പലരും നർമ്മം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്ളാറ്റുകൾ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഫ്ളാറ്റിന്റെ ഒക്കെ ആഘോഷങ്ങളിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയും കൂടെ നടക്കുന്നുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പൊക്കെ തിരുവാതിര സ്ഥിരം പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെയും നമ്മുടെ പരിപാടിയും ഓർക്കുന്നു എന്നും പല വഴിക്ക് നമുക്ക് അറിയാൻ കഴിയുന്നു. അതും വലിയ സന്തോഷമാണ്.